വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റണ്ണിനെത്തുന്ന മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ശ്രീലങ്ക പിന്നിട്ടു. ചൈനയിൽ നിന്ന് വരുന്ന കപ്പൽ നാളെ രാവിലെ 9 മണിക്ക് വിഴിഞ്ഞത്ത് നങ്കൂരമിടും. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? കീർത്തന, വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് ഇന്ന് രാവിലെ തുറമുഖ മന്ത്രി വി.എൻ. വാസവൻ നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞത്. നമ്മൾ അറിയുന്നത് പോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷിപ്പിംഗ് കമ്പനിയായ മേഴ്സ്കിന്റെ പടുകൂറ്റൻ മദർഷിപ്പാണ് ഈ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ കപ്പൽ ശ്രീലങ്കൻ തീരം വിട്ടുകഴിഞ്ഞു. കൊളംബോയ്ക്ക് അടുത്തുകൂടിയാണ് ഈ കപ്പൽ യാത്ര ചെയ്യുന്നത്. ഏതാണ്ട് 12.9 നോട്ടിക്കൽ മൈൽ വേഗത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് കപ്പൽ യാത്ര ചെയ്യുന്നത്. ഏതാണ്ട് 2000-ഓളം കണ്ടെയ്നറുകളുമായാണ്, ചരക്കുകൾ നിറച്ച കണ്ടെയ്നറുകളുമായാണ് ഈ കപ്പൽ വരുന്നത്. അതിൽ 1960ഓളം കണ്ടെയ്നറുകൾ ഈ 12-ാം തീയതി ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ചടങ്ങിന് ശേഷം ഈ കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കും. അതിനുശേഷം ചെറു കപ്പലെത്തി, അതായത് ഫീഡർ കപ്പലുകൾ എത്തി ഈ കണ്ടെയ്നറുകൾ രാജ്യത്തെയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെയും വിവിധ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നാളെ രാവിലെ 9 മണിയോടുകൂടിയാകും സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്ത് നങ്കൂരമിടുക. അതിനുശേഷം ഒരു ദിവസത്തെ വിശ്രമമായിരിക്കും കപ്പലിന്. തൊട്ടടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണ് സർക്കാരിന്റെ ഔദ്യോഗിക ചടങ്ങ്. ഇതിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കപ്പലിനെ സ്വീകരിക്കും. അതിന് പിന്നാലെ ഒരു ഔദ്യോഗിക ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. ഈ കേരളത്തിലെ മറ്റു മന്ത്രിമാർ, സ്ഥലം MLA, MP മാർ, അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തുടങ്ങിയ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അതിനുശേഷമാകും ഈ ട്രയൽ റണ്ണിന്റെ പ്രായോഗികമായ നടപടികളിലേക്ക് കടക്കുന്നത്. ഇവിടുത്തെ മുഴുവൻ ക്രെയിനുകളും പ്രവർത്തിപ്പിക്കും. അതുപോലെ തന്നെ ഈ ക്രെയിനുകൾ കൺട്രോൾ ചെയ്യുന്ന പ്രത്യേക സ്റ്റേഷനുണ്ട്, അതിന്റെ സൗകര്യങ്ങൾ പരിശോധിക്കും. തുടങ്ങി അടുത്തൊരു 2 മാസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ടുള്ള നടപടികളായിരിക്കും നടക്കുക. സെപ്റ്റംബർ മാസം വരെ ഇത്തരത്തിൽ വലിയ മദർഷിപ്പ്, അതായത് 400 മീറ്ററോളം വരെ നീളമുള്ള കൂറ്റൻ മദർഷിപ്പുകൾ വിഴിഞ്ഞം തുറമുഖത്ത് വന്നു പോകും. അതിന് പിന്നാലെ ഡിസംബർ എന്നാണ് നേരത്തെ കമ്മീഷനിംഗ് ഡേറ്റ് പറഞ്ഞിരുന്നതെങ്കിലും ഈ നവംബർ മാസത്തോടുകൂടി തന്നെ കമ്മീഷൻ പൂർത്തിയാകാൻ കഴിയുമെന്നുള്ളതാണ് തുറമുഖ അധികൃതരും അതുപോലെ തന്നെ തുറമുഖ വകുപ്പും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കീർത്തന, ശരി. വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റൺ മറ്റന്നാൾ നടക്കും. വിഴിഞ്ഞത്തെത്തുന്ന മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ശ്രീലങ്ക പിന്നിട്ടു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. അഖിൽ ഷാ അൻസാറാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.